കൊടുത്താണ് പറഞ്ഞിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള സൗകര്യം നമുക്ക് പെട്ടെന്ന് സംഘടിപ്പിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇവിടെ വെച്ചത്. ഉള്ള സൗകര്യത്തിൽ നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാം. കേൾക്കല്ലേ? അപ്പൊ അതിന്റെ ഒരു സന്തോഷം എല്ലാവരുമായിട്ട് പങ്കിടാനുള്ള അപ്പൊ നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ എല്ലാവരും ഒരേ മനസ്സോടുകൂടി ഒരുമിച്ച് കൂടി നമ്മള് ഒരു ചരിത്രം ഇപ്പോഴും സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഏറ്റവും എവിടെ ചെന്നാലും ആര് കണ്ടാലും എപ്പോ കണ്ടാലും ചോദിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ഗ്രാഫ് നമുക്ക് ഉയർത്താൻ സാധിച്ചു. അത് നിങ്ങളിൽ ഓരോരുത്തരും ഒരാളുടെയോ രണ്ടാളുടെയോ ഒന്നാണ്. എല്ലാവരും ഒത്തൊരുമയോടുകൂടി അവരവരുടെ ഉത്തരവാദിത്വവും മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിന് നിറവേറ്റാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ സന്തോഷത്തോടെ ഇരിക്കുന്നത്. അന്ന് വന്ന ജനം നമ്മളെല്ലാവരും കണ്ടതാണ്. പലരും പല പരിപാടികൾ കാണാൻ സാധിച്ചില്ല. പക്ഷെ എന്നാൽ പോലും കണ്ണൂരിലെ ജനങ്ങളെ കണ്ടു, ഒരുപാട് പേരെ കണ്ടു. നമ്മൾ ഉദ്ദേശിച്ച കുറച്ച് ജനിച്ചപ്പോഴേ ഉണ്ടായിരുന്നു. അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് ഈ വേദിയിൽ ഇത്രയും പേരുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് ഇവരുടെ മുമ്പിൽ ഇത്രയും പേര് ഇരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിലാണ് ലീഡേഴ്സ് എന്നുള്ളത്. ഇതൊന്നുമല്ല. ഇവിടെ നിങ്ങൾ പറഞ്ഞത് അറിയാതിരിക്കും. ഖത്തർ മലയാളീസ് 10 വർഷം, 1-2 അല്ല 10 വർഷമായിട്ട് ഖത്തറിന്റെ മണ്ണിൽ ഒരാളുടെ ഒരു കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇന്ന് ചെറുതും വലുതുമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും ഉത്തരം കിട്ടുന്ന ഒരു വഴിയായിട്ട് അല്ലെങ്കിൽ ഒരു സൊല്യൂഷനായിട്ട് ഖത്തർ മലയാളീസ് മാറിയിട്ടുണ്ട്. അതിനൊരു അപ്പുറത്തെ സൈഡിൽ തന്നെ സോഷ്യലൈസ്, അതായത് നമുക്കൊരു കൊമേഴ്ഷ്യലൈസ് ചെയ്യുകയാണ്. ഇൻകം സൈഡ് ആണെങ്കിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ അതിന്റെ ഒരു ബാക്ക് ബോൺ ചിന്തിക്കുന്നത് അതൊന്നും വേണ്ട. ആൾക്കാർക്ക് എത്രത്തോളം സമാധാനത്തോടുകൂടി ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ചടങ്ങുണ്ട്. ഈ വീട് കാണാൻ പോകുന്ന ഒരു ചടങ്ങുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് പോകും നമ്മുടെ നാട്ടിലൊക്കെ. അപ്പൊ അച്ഛനും അമ്മയും മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട്. ഇത്രയും കാലം വളർന്നു വലുതാക്കിയ മകള് നല്ലൊരു വീട്ടില് കെട്ടിച്ചയച്ചു. ആ വീടിന്റെ ചുറ്റുപാടുകളും ഒക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം. ശരിക്കും ഖത്തർ മലയാളീസ് 10 വർഷം നമ്മൾ പൂർത്തിയാക്കി. ഇത് അവിടെ കൂടിയ ഓരോരുത്തരുടെയും വിജയമാണ്, അല്ലെ? അല്ലാതെ ഇപ്പൊ നമ്മള് ദോഹയില് ഒരുപാട് വേദികൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുള്ള ഒരാളാണ് ഞാൻ, അവതാരകൻ എന്ന് പറഞ്ഞത്. അവിടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരാള് കാണും, അല്ലെങ്കിൽ ഒരു നക്ഷത്രം, ഒരു സ്റ്റാർ എന്ന് പറയുന്ന ഒരാൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ നാട്ടിൽ നിന്ന് കൊടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അയാളെ സ്റ്റേജിൽ നിർത്തി അങ്ങനെ ഒരു സ്റ്റാർ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മുടെ നക്ഷത്രം എന്ന് പറയുന്ന ആളുകൾ കൂടിയ, പക്ഷെ ബേക്കിൽ ഒരു സ്ക്രീനിന്റെ ഇത് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആളുകൾക്ക് ഗുണമായിരുന്നു. സ്റ്റേജ് മേലെ നടക്കുന്ന ചില പ്രോഗ്രാമുകളൊന്നും ബേക്കിൽ അവർക്ക് കാണാൻ കഴിയത്തില്ല. അപ്പോ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിരുന്നു. സ്ക്രീൻ ഒത്തിരി ആളുണ്ടായിരുന്നു. എന്നെ അന്ന് അവിടെ വന്നിട്ട് ഒരുപാട് പേര് കണ്ടു പരിചയപ്പെട്ടു. ഞാൻ നേരിട്ട് അവരെ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഒരുപാട് സന്തോഷം. അല്ലെങ്കിൽ 974നെ സംബന്ധിച്ചിടത്തോളം
974 ഫോം ചെയ്യുന്നത് വേൾഡ് കപ്പിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. 974 അഭിമാനത്തോടു കൂടി പറയാം, ഫിഫ ഫാൻ സോൺസ് നിങ്ങൾക്കറിയില്ല, 2 ഫാൻ സോൺസ് മാനേജ് ചെയ്തിരുന്നത് 974 ഇവന്റ്സ് ആയിരുന്നു. അതിനുശേഷം ഏറ്റവും കൂടുതൽ ക്രൗഡ് വന്നുപോയ മലയാളികളുടെ പരിപാടി ഖത്തർ മലയാളീസ് നടത്തിയ പൂരം തന്നെയാണ് അതിൽ അഭിമാനം കൊള്ളുന്നത്. നമ്മൾ വർക്ക് ചെയ്തു. ഇനി ഫ്യൂച്ചറിലും ഇതേപോലൊരു രീതിയിൽ നമ്മൾ എല്ലാവരും കൂടി ഒന്നിച്ചു പോട്ടെ എന്ന് ആശ്വസിക്കുന്നു. അവരുടെയും അനുഭവങ്ങൾ കേട്ടപ്പോൾ അതിങ്ങനെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി പുറത്തേക്ക് ചാടിക്കാതെ ഇവിടെ നിൽക്കുന്നത് ഒരു വേദന. അതുകൊണ്ടാണ് നമ്മളൊരു ലൈവ് സ്ക്രീനോ അല്ലെങ്കിൽ LED ഒന്നും ചെയ്യാത്തത്. നമുക്ക് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു, സ്പോൺസേഴ്സ് ആണെങ്കിലും എല്ലാത്തിനും. ആദ്യത്തെ പ്രോഗ്രാം ആയതുകൊണ്ട് ഒരുപാട് പേര് തള്ളി, നമ്മൾ എഗ്രിമെന്റ് ഒക്കെ എഴുതാൻ എത്തുന്നവർക്ക് ഒഴിവാക്കിയിട്ടൊക്കെ ഉണ്ട്. ഖത്തർ മലയാളീസ് നിങ്ങളെ കൊണ്ടത് പറ്റൂല, നിങ്ങൾ ചെറിയ ടീമാണ്, ഇവിടെ വേറെ വലിയ കോർപ്പറേറ്റ് ടീംസ് ഉണ്ട്, അവരെ കൊണ്ടൊന്നും ചെയ്യൂല. ഈ പൂരം എന്നുള്ള വേർഡ് തന്നെ ശരിക്കും ഞങ്ങൾ ഒരുപാട് പേടിച്ചു. അപ്രൂവലൊക്കെ കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട്. പക്ഷെ പ്രോഗ്രാം തുടങ്ങി ഒരു 4 മണിയായപ്പോ പിന്നെ സന്തോഷമുള്ളൂ. പിന്നെ ഇന്നേ വരെ സന്തോഷം നിന്നിട്ടില്ല. ചിരിയോട് ചിരിയാണ്. ഇനി ഇതിന്റെ സീസൺ 2 എന്ന് പറയുമ്പോൾ ഒരു പേടി തുടങ്ങിയപ്പോ നമ്മളിപ്പോ കൊടുത്തതിന്റെ മേലെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റുന്നറിയില്ല. എന്തായാലും നാട്ടിൽ നിന്നൊരു ഗസ്റ്റ് ഒന്നും നമ്മൾ ഇനി ഉണ്ടാവില്ല. ഇപ്പൊ ചെയ്ത പോലെ നമ്മൾ പ്രവർത്തിക്കും. എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യും. അതിന്റെ റിസൾട്ടാണ് നമ്മൾ എക്സാക്ട്ലി അവിടെ അന്ന് ആ പൂരപ്പുറപ്പും കണ്ടത്. എന്താ പറയാ, ഏകദേശം ഒരു വർഷത്തിന് മേലെ കഴിഞ്ഞ ഫെബ്രുവരി 2024 ഫെബ്രുവരി 15 ഖത്തർ കാർണിവൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ പേര് തന്നെ ഖത്തർ കാർണിവൽ എന്നായിരുന്നു. പിന്നെ അതില് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്ത് മാറൂഫ് ഖാനൊക്കെ അന്ന് പോയി കണ്ടു. പക്ഷെ അന്ന് ചൂട് സ്റ്റാർട്ടായി. പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ലാസ്റ്റ് തണുപ്പ്, ഈ ക്ലൈമറ്റ് മാറി വന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് പിന്നെ വീണ്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ട് നമ്മളൊരു ഫാമിലി, ഒരു ഖത്തർ മലയാളീസിന്റെ പിന്നിൽ ഒരു ഫാമിലി ഉണ്ട്. ഇപ്പോ എല്ലാവരും ഫാമിലിയാണ്, എല്ലാന്നല്ല. നമ്മളെ റൂഹിമോളുടെ ഒരു കേസിൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച ഒരു 10-39 പേരടങ്ങിയ ഒരു ഫാമിലി. അപ്പോൾ അവർ വഴിയാണ് നമ്മൾ ഈ പ്രോഗ്രാം വീണ്ടും അത് കാര്യങ്ങൾ സംസാരിച്ച് മുന്നോട്ട് നീങ്ങിയതും. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ഒരു ജനസാഗരത്തെ നമ്മൾ ഒരു ഗ്രൗണ്ടിലേക്ക് എത്തിച്ചത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ആ ഗ്രൗണ്ട് വലിയൊരു ഗ്രൗണ്ടായിട്ടായിരുന്നു നമുക്കന്ന് ഫീൽ ചെയ്തത്. ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, കൗണ്ടർ അടിക്കുന്നത് നമ്മൾ ക്രോസിൽ അടിച്ചിട്ട് കുറച്ച് പകുതിയാക്കിക്കൂടെ, ഇത്ര ഒന്നും വേണ്ടി വരില്ലല്ലോ, അത്ര ഒന്നും ആള് വരില്ല എന്നുള്ള ചിന്താഗതി മാത്രമായിരുന്നു. പക്ഷേ ഷാഫി നേരത്തെ പറഞ്ഞ പോലെ 4 മണി കഴിഞ്ഞവരെ കിളി മാറി. അതാണ് സത്യാവസ്ഥ. 4 മണി കൊണ്ട് കഴിഞ്ഞവരെ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ചിരിക്കുക, ഇതെന്താ സംഭവം. അതാണ് സിറ്റുവേഷൻ. എന്നിരുന്നാലും ഖത്തർ പൂരം എന്നൊരു പേര് ഇതിന് വലിയൊരു ഘടകമായിട്ടുണ്ട് എന്നാണ് ഞാൻ ആദ്യമായി ഇതിൽ വിശ്വസിക്കുന്നത്. അതിലേറെ ഖത്തർ മലയാളീസ് എന്നും ഒരു തുറന്ന വാതിലാണ്, ആർക്കും വന്ന് കയറാം. അതേപോലെ ആർക്കും ഇഷ്ടക്കേടോ മറ്റു വിഷയങ്ങളോ ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോകാം. അതാണ് നമ്മളെ നമ്മളെ കൂടെ കൂടുന്നവരെ നമ്മൾ അണച്ചു കൂട്ടുകയും കൂടാത്തവർക്ക് തിരിച്ചു പോവുകയും ചെയ്യാം. അതാണ് എക്സാക്ട്ലി നമ്മളെ നയം. ആ നയത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ ഒരു ഖത്തർ പൂരം വിജയിപ്പിച്ചത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വോളണ്ടിയേഴ്സിനും, ഖത്തർ മന്നപ്പട, ഖത്തർ മല്ലു വോളണ്ടിയേഴ്സ്, ഖത്തർ സ്പർശം, പിന്നെ മറ്റ് പേരുകൾ മറന്നു പോയിട്ടുണ്ട്, ഞാൻ അത് പ്രത്യേകം ക്ഷമിക്കുന്നു. ഇവരൊക്കെ വളരെ രീതിയിൽ അവർക്ക് ഉദ്ദേശിച്ച എല്ലാ ജോലിയും വൃത്തിയായി ചെയ്തു. നെക്സ്റ്റ് ഇയർ നമ്മൾ ഖത്തർ പൂരം സീസൺ 2 നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കും. അതിന് നിങ്ങൾ ഇത് വന്ന എല്ലാവരും തീർച്ചയായും ഉണ്ടായിരിക്കും. ആരെയും നമ്മൾ അവഗണിക്കുന്നില്ല. നമ്മളെ കൂടെ കൂടിയവര്
അതെപ്പോഴും നമ്മൾ മുറുകെ തന്നെ പിടിച്ചിരിക്കും. നമ്മളാരും ആരെയും തഴയില്ല. നിങ്ങളാണ് ഞങ്ങളുടെ ശക്തി. ഇതിലാരും ഒരു പ്രസിഡന്റോ ഒരു സെക്രട്ടറിയോ ഇല്ല. നമ്മളെ നയവും അങ്ങനെ തന്നെയാണ്. ഏതൊരു പ്രോഗ്രാം നടക്കുകയാണെങ്കിലും നമ്മൾ പ്രത്യേകം പറയുന്നത് മൈക്കോളിക് ആയിട്ടുള്ള വ്യക്തികൾ നമ്മൾ കൂടെ പാടില്ല. അതുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം എന്ന ഒരു ചിന്താഗതി നമ്മളുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കൂട്ടമായാണ് എപ്പോഴും പ്രവർത്തിക്കുന്നത്. നമുക്ക് ഈ ഇരിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് സീസൺ 2 നമുക്ക് തീർച്ചയായും ശക്തമായി ചെയ്തില്ല. നന്ദി, നമസ്കാരം. ഫാറൂഖ് ഭായ്, സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാൻ രാകേഷിനെ ക്ഷണിക്കും. നമ്മുടെ അന്നത്തെ പരിപാടിയുടെ എല്ലാ കാര്യങ്ങളും രാകേഷ് രാധാകൃഷ്ണൻ. അടുത്തത് കല്ലേരി. നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്, ഈ ഖത്തർമല്ലൂർ മലയാളീസിന്റെ അഡ്മിൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. റഫീഖ് കല്ലേരി ഒരു അഡ്മിനാണ്. തല്ലാനുള്ളവരുടെ ഇപ്പൊ തല്ലിക്കും പുറത്തന്നെ കിട്ടില്ല. അപ്പൊ അത് ഏറ്റുവാങ്ങാൻ ജാബിർ TP. ജാബിർ. അടുത്ത മുനവീർ ഭായ്. മുനവീർ. അപ്പോ സർട്ടിഫിക്കറ്റ്
Thank you.